ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈസ്റ്റർ മനോഹരമായി നാം എല്ലാവരും ആഘോഷിച്ചു. കോഴിയും താറാവും പന്നിയിറച്ചിയും ബീഫുമെല്ലാം കഴിച്ച് ബന്ധുവീടുകൾ സന്ദർശിച്ചും ഈസ്റ്റർ ആഘോഷങ്ങൾ പൊടിപൊടിച്ചു. എന്നാൽ ഈസ്റ്റർ നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നത് ക്രൂശിതനെ അന്വേഷിച്ച് ഇറങ്ങുന്നവർക്കാണ് ഉദ്ധിതന്റെ ദർശനം ലഭിക്കുന്നത്. വിശുദ്ധ മഗ്ദലേന മറിയം ക്രൂശിതനായി മരിച്ച് അടക്കപ്പെട്ട യേശുവിനെ കല്ലറയിൽ സന്ദർശിക്കുവാൻ പോയി തിരിച്ചു വരുമ്പോഴാണ് ഉദ്ധിതനായ ക്രിസ്തുവിനെ ദർശിക്കുന്നത്. ക്രൂശിതനാകുന്നവൻ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ചിലപ്പോൾ നമ്മുടെ വീടുകളിലായിരിക്കാം, അല്ലെങ്കിൽ അയൽപ്പക്കത്തായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്ത് വലയങ്ങളിലും ആയിരിക്കാം. നമ്മുടെ വീടിനു വേണ്ടി ചോര നീരാക്കുന്ന അപ്പനിൽ ക്രൂശിതനെ കാണാൻ ശ്രമിക്കാം. വീട് എന്ന ഇത്തിരി വട്ടത്ത് ആർക്കും ഓടിത്തീർക്കാൻ കഴിയാത്ത, യാതൊരു ഫിനിഷിംഗ് പോയിന്റും ഇല്ലാതെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന അമ്മയിൽ ക്രൂശിതനെ കാണാൻ ശ്രമിക്കാം. പഠനത്തിൻ്റെയും സമ്മർദ്ദങ്ങളുടെയും നടുവിൽ ഒറ്റപ്പെടുന്ന മക്കളിൽ ക്രൂശിതനെ കാണാൻ ശ്രമിക്കാം. അവസാനമായി നമ്മളിൽ തന്നെ ക്രൂശിതനെ കാണാൻ ശ്രമിക്കാം. അനുദിന ജീവിതത്തിലെ ക്രൂശിത അനുഭവങ്ങളുടെ നടുവിൽ ക്രൂശിതനെ കാണാനും ക്രൂശിത അനുഭവങ്ങളെ അന്വേഷണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിഷയമാക്കാനും നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ ഉദ്ധിതനായ ക്രിസ്തു നമ്മളിലും നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും സുഹൃത്ത് വലയത്തിലും ദർശിക്കാൻ കഴിയും. ഓർക്കാം ദൈവവചനം: ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം.